ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രതാപൻകുടി ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ നിനക്കിനി ശിഷ്ടകാലം കണ്ണൻ്റെ തണലിൽ തന്നെ ജീവിക്കാമെന്നെല്ലാം ദുർഗ പറയുമ്പോൾ മരിച്ച് ജീവിക്കാമെന്ന് ഉണ്ണിയും നിരാശയോടുകൂടി പറയുന്നുണ്ട്. പിന്നീട് നിനക്ക് എന്നോട് എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ഞാനാണ് നിനക്ക് കൊട്ടേഷൻ തന്നതെന്നുള്ള കാര്യം നീ ഒരിക്കലും കോടതിയിൽ പറയരുതെന്നെല്ലാം വാമൻ ആവശ്യപ്പെടുമ്പോൾ ഞാൻ പെട്ടോട്ടെ എന്ന് അല്ലേ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ എങ്കിലേ നിനക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് വാമൻ പറയുന്നുണ്ട്. എങ്കിലും ഞാൻ വണ്ടി നിർത്താതെ ഓടിച്ചു പോവുകയല്ലേ ചെയ്തതെന്ന് പ്രതാപൻ പറയുമ്പോൾ ആ സമയത്ത് നല്ല മഴയായിരുന്നു എന്നും വണ്ടി ഇടിച്ചത് നീ കണ്ടില്ല എന്നെല്ലാം പറഞ്ഞാൽ മതിയെന്നെല്ലാം വാമൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, എൻ്റെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കാം. പിന്നെ എൻ്റെ മോളിപ്പോൾ അമ്മയാകാൻ തയ്യാറെടുക്കുകയാണ്. ഓരോ സമയത്ത് എൻ്റെ മോൾക്ക് ഞാൻ കൂടെയില്ലാതെ പറ്റില്ല എന്നും പ്രതാപൻ പറയുന്നുണ്ട്. ജാമ്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ കേസ് നടത്തി നമ്മൾ മുടിയുമെന്ന് വാമൻ പറയുമ്പോൾ എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, പക്ഷേ ഈ കേസ് ഇങ്ങനെ നീണ്ടു പോയി കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് തീരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള സമയത്താണ് ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തത്. അത് പക്ഷേ എൻ്റെ നേർക്ക് തന്നെ തിരിഞ്ഞു വരികയാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ നിൻ്റെ നാക്ക് തന്നെയാണ് എല്ലാത്തിനും കുഴപ്പമെന്ന് വാമൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ മരിച്ചവൻ എൻ്റെ ദേഹത്തേക്ക് കയറിയത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ? അന്ന് വിശ്വനാഥൻ എൻ്റെ ദേഹത്തേക്ക് കയറിയ ദിവസം ഞാൻ മഹാലക്ഷ്മിയെയും കണ്ണനെയും തീർക്കാൻ വേണ്ടിയിട്ട് അവരുടെ കാറിൻ്റെ പുറകെ പായുമായിരുന്നു. അന്ന് കണ്ണൻ്റെ അച്ഛൻ എൻ്റെ വണ്ടിയിലുണ്ടായിരുന്നു. കണ്ണനെ ഇടിച്ചിടുകയായിരുന്നു എൻ്റെ ലക്ഷ്യം, പക്ഷെ അത് പാളിപ്പോയി. ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആ വിശ്വനാഥൻ എൻ്റെ കൂടെയുണ്ടായിരുന്നു. ലോറി നിർത്തി ഞാൻ ഇറങ്ങിയോടി. അവൻ എൻ്റെ പിന്നാലെ വന്നു. ബോധം വന്നപ്പോൾ അവനില്ല. അർദ്ധരാത്രി കഴിഞ്ഞ സമയത്ത് അവൻ എൻ്റെ അടുത്ത് വന്ന് സങ്കടം പറയും. അങ്ങനെയെല്ലാം നടന്ന കാര്യങ്ങളെല്ലാം പ്രതാപൻ വാമനോട് പറയുന്നുണ്ട്. കണ്ണൻ അന്ന് അവൻ്റെ അച്ഛന് കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവൻ ഐസിയുലായിരുന്നല്ലോ. ഉണ്ണിയാണ് എല്ലാം ചെയ്തത്. ഉണ്ണി ചെയ്തതൊന്നും അവൻ ഇഷ്ടപ്പെട്ട് കാണില്ല എന്നെല്ലാം വാമൻ പറയുമ്പോൾ അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കണ്ണനോടായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ എങ്കിൽ ചിലപ്പോൾ വിശ്വനാഥൻ ഇതൊക്കെ തന്നെ ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടാവും എന്നെല്ലാം പ്രതാപൻ പറയുമ്പോൾ അത് കേട്ട് പേടിയാവുന്നുണ്ട് കേട്ടോ വാമദേവന്. തുടർന്ന് ഇനി ആ വിശ്വനാഥൻ എൻ്റെ ദേഹത്തേക്കെങ്ങാനും കയറൂ എന്ന് പറഞ്ഞുകൊണ്ട് വാമദേവൻ പേടിക്കുമ്പോൾ എങ്കിൽ പിന്നെ താനാണ് എനിക്ക് കൊട്ടേഷൻ തന്നത് എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല, അത് താൻ തന്നെ ഏത് കോടതിയിലും വന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. തുടർന്ന് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് കൊണ്ടുപോയ സമയത്ത് പ്രതാപനെ കൊണ്ട് ഡോക്ടറെ എല്ലാം പറയിപ്പിച്ച കാര്യവും പ്രതാപൻ പറയുമ്പോൾ അത് നിൻ്റെ വട്ട് മാറാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്, അതേതായാലും നടന്നു. പക്ഷേ ആ ഒരു സമയത്ത് നീ എല്ലാം അയാളോട് പറഞ്ഞു കളഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും വാമദേവൻ പ്രതാപനെ കുറ്റപ്പെടുത്തുന്നു. ശേഷം മഹാലക്ഷ്മി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് കണ്ണൻ കോടതിയിലേക്ക് വരൂ എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ കണ്ണൻ അല്ലെങ്കിൽ അനന്തു അല്ലെങ്കിൽ അതിനേക്കാൾ മിടുക്കനായിട്ടുള്ള ഒരു വക്കീൽ വരും. അവർക്കിപ്പോൾ കാശ് കൊടുത്ത് പുതിയൊരു വക്കീലിനെ വെക്കാൻ വലിയ പാടൊന്നുമില്ലല്ലോ. പക്ഷെ നമ്മുടെ കാര്യം അതാണോ? നമ്മുടെ കേസ് ഏറ്റവും നമ്മുടെ സീനിയറായിട്ടുള്ള വക്കീലിന് എത്ര പൈസ കിട്ടിയാലും മതി വരാത്ത ഒരാളാണ്. ഇനി നമ്മളെ രക്ഷിക്കാൻ ദൈവം തന്നെ എന്തെങ്കിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്നെല്ലാം വാമദേവൻ പറയുമ്പോൾ ദൈവം അതിന് മഹാലക്ഷ്മിയുടെ കൂടെയല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. ഇതിനിടയ്ക്ക് അവൾക്ക് ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാർത്ത കേട്ടാൽ മതിയായിരുന്നു, എങ്കിൽ വലിയ സന്തോഷമായേനെ. കുഞ്ഞും അമ്മയും ഒരുമിച്ച് പോയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജയിലിലേക്ക് പോയാലും കാരണം അവൾക്ക് അതൊരു പ്രശ്നമാവില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ പ്രതാപൻ. പിന്നീട് ഇത്ര വലിയ വീഴ്ച വീണിട്ടും അവൾക്കും കുഞ്ഞിനും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നെല്ലാം ദുർഗ പറയുമ്പോൾ ഒരു പ്രത്യേക ജന്മമാണ് അവരുടേത്. എത്ര തവണയാണ് നമ്മൾ അവരെ കൊല്ലാൻ നോക്കിയത്, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഉണ്ണി. തുടർന്ന് അവൾക്കും മുന്നേ അമ്മയാകേണ്ടവളാണ് കരുണ. ഇത്തിരി വിഷം ഉള്ളിൽ നിന്ന് ചെന്നപ്പോൾ തന്നെ കരുണമോളുടെ ആ കുഞ്ഞു പോയി. അല്ലെങ്കിൽ കണ്ണനും ലക്ഷ്മിയും ആ കുഞ്ഞിനെയും കൊണ്ട് ഇവിടേക്ക് കയറി വരുമ്പോൾ നിനക്കും നിങ്ങളുടെ കുഞ്ഞിനെയും മടിയിലിരുത്തി ലാളിക്കാമായിരുന്നു. പിന്നെ നിനക്ക് കുഞ്ഞൊന്നും വേണ്ടല്ലോ, അതുകൊണ്ടല്ലേ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തത് എന്നെല്ലാം ദുർഗ പറയുമ്പോൾ അമ്മ എന്തേ പറയുന്നത്? അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നു കഴിഞ്ഞാൽ കണ്ണേട്ടൻ അവളെ ഈ പടി കയറാൻ പോലും സമ്മതിക്കില്ല. അവൾക്ക് താമസിക്കാൻ സ്വന്തം വീടും മുത്തശ്ശിയുടെ വീടും ഉണ്ടല്ലോ എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ ഉണ്ണി. ഇതേ സമയം കണ്ണൻ വരുന്നു. അപ്പോൾ കുഞ്ഞിനെയും കാണാനായിട്ട് ഞാനും കൂടി ഹോസ്പിറ്റലിലേക്ക് വന്നോട്ടെ എന്ന് ദുർഗ ചോദിക്കുമ്പോൾ അമ്മയും കുഞ്ഞും ഐസിയുലാണ്, അതുകൊണ്ട് ആരൊക്കെ വന്നാലും കാണാൻ പറ്റില്ല. പിന്നെ ചിലർ അവിടെ ഐസിയുവിന് മുന്നിൽ നിൽപ്പുണ്ട്, അവർക്ക് നിങ്ങൾ വന്നാൽ അത് ഇഷ്ടപ്പെടാനും പോകുന്നില്ല എന്നും കണ്ണൻ പറയുന്നു. തുടർന്ന് പിന്നെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് രണ്ടാളും കൃത്യമായിട്ട് വരണം, അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം അറിയാമെന്നും കണ്ണൻ പറയുന്നു. തുടർന്ന് കരുണമോളും അമ്മയാകാൻ പോവുകയാണെന്ന് ദുർഗ പറയുമ്പോൾ അതിനെന്താണെന്ന് ചോദിച്ചുകൊണ്ട് ചൂടാവുകയാണ് കണ്ണൻ ദുർഗയുടെ നേരെ. അല്ല, അമ്മയാകാൻ പോവുകയാണെന്ന് ഞാൻ പറയുമായിരുന്നു ദുർഗ പറയുമ്പോൾ
അമ്മയാകാൻ പോകുന്ന സ്വന്തം മരുമകളെ നോക്കണം എന്നുണ്ടെങ്കിൽ അമ്മ അവളുടെ വീട്ടിൽ പോയി താമസിക്കണം. അവളോട് ഇനി ഒരു സിമ്പതിയും ഞാനും മഹിയും കാണിക്കാൻ പോകുന്നില്ല. നൂലുകെട്ട് കഴിഞ്ഞ് എൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം. അതിന് ആരെങ്കിലും തടസ്സമായി നിന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്നും കണ്ണൻ അവസാനമായിട്ടുള്ളൊരു താക്കീത് കൊടുക്കുന്നുണ്ട്. ദുർഗ ഉണ്ണിയോടായിട്ട് വീണ്ടും പറയുന്നുണ്ട്, മഹാലക്ഷ്മി പ്രസവിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ മോഹിനി അവളോടൊപ്പം ഹോസ്പിറ്റലായിരിക്കും. അതുകൊണ്ട് നിനക്ക് കരണമോളോടൊപ്പം അവളുടെ വീട്ടിൽ പോയി നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് വയ്യ ഭാര്യ വീട്ടിൽ പോയി നിൽക്കാൻ. അവളിപ്പോൾ ഗർഭിണിയായ സ്ഥിതിക്ക് അവൾക്ക് വേണമെങ്കിൽ തോന്നുമ്പോൾ തിരികെ വരട്ടെ. ഇനി ഭാര്യയുടെ പിന്നാലെയുടെ നടപ്പൊന്നും എന്നെക്കൊണ്ട് വയ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഉണ്ണിയും. പിന്നീട് ഹോസ്പിറ്റലിൽ മഞ്ജു ലേഖയോടായിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോഴും ആ മേഘൻ്റെ ഒപ്പമാണ് ജീവിച്ചിരുന്നെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ശ്വാസം മുട്ടി ചത്തുപോയെന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം അയാളോടൊപ്പം ജീവിക്കേണ്ടി വന്നാലും നിനക്ക് സാഗറിനെ പോലെ നല്ലൊരാളെ കിട്ടിയില്ലേ എന്ന് പറയുന്നുണ്ട് ലേഖ. സാഗർ ആദ്യമൊക്കെ കുറച്ച് മോശക്കാരനായിരുന്നെങ്കിലും അവനിപ്പോൾ ജീവിക്കണമെന്ന് തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ഇനി നിന്നെ പൊന്നുപോലെ നോക്കുമെന്നും ലേഖ പറയുന്നു. ഇതേ സമയം കണ്ണൻ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ മഹാലക്ഷ്മിക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, കണ്ണേട്ടന് അത് കേട്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ലേഖ. തുടർന്ന് അമ്മാവനും കരുണയുടെ അച്ഛനും ഇപ്പോഴും ലോക്കപ്പിൽ തന്നെയല്ലേ, അതിനുള്ള കാരണം എന്താണെന്ന് മഞ്ജു വീണ്ടും ചോദിക്കുമ്പോൾ എന്തിനാ അതൊക്കെ അറിയുന്നത്, ഞാനത് നിന്നോട് പിന്നീട് വിശദമായിട്ട് പറയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. ഇതേ സമയം ഡോക്ടർ വരുന്നു. തുടർന്ന് കണ്ണൻ കുഞ്ഞിനെ മാത്രമല്ലേ കണ്ടുള്ളൂ, മഹാലക്ഷ്മിയെ കണ്ടില്ലല്ലോ. മഹാലക്ഷ്മി ഇപ്പോൾ മയക്കത്തിൽ നിന്നും ഉണർന്നിട്ടുണ്ടെന്നും പോയി കണ്ടോളാനും ഡോക്ടർ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല എങ്കിലും ഒരു ദിവസം കൂടി ഇവിടെ കിടന്നോട്ടെ എന്നും ഡോക്ടർ പറയുന്നുണ്ട്. തുടർന്ന് ഈ സന്തോഷമൊക്കെ ഒരു ചോക്ലേറ്റിൽ ഒതുക്കരുതെന്ന് ഡോക്ടർ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോമസ് ഡോക്ടറുടെ വീട്ടിൽ ഒന്നിച്ചു കൂടാ എന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് ഡോക്ടർ ഒരു കാര്യം കൂടി വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. മഹി ഗർഭിണിയായ സമയത്ത് സംഭവിക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷേ നിങ്ങൾക്കിപ്പോൾ ഒരു കുഞ്ഞു കൂടി ജനിച്ചിട്ടുണ്ട്. അതൊന്നും ഇനി ആവർത്തിക്കാൻ പാടില്ല. മാത്രമല്ല കണ്ണൻ നടക്കുമെന്നോ ഒരു ദാമ്പത്യം ഉണ്ടാകുമെന്നോ എന്നും ആരും കരുതിയതല്ല. കൂട്ടിനൊരു ഭാര്യ അത്രയ്ക്ക് കണ്ണനെ സ്നേഹിക്കുന്നവർ ചിന്തിച്ചിരുന്നുള്ളൂ. അതിൽ നിന്നും ഇപ്പോൾ ഒരുപാട് സന്തോഷം ദൈവം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ദൈവം തന്ന ആ ഭാഗ്യം നിങ്ങളായിട്ട് തട്ടിത്തെറിപ്പിക്കരുതെന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ഡോക്ടർ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ലേഖ വീണ്ടും കണ്ണനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല മഹാലക്ഷ്മിയുടെ പ്രസവ സമയത്ത് കണ്ണൻ ടെൻഷൻ അടിച്ച് നിന്നതിനെക്കുറിച്ചും ഇപ്പോൾ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുണ്ടല്ലോ എന്ന് കേട്ടപ്പോൾ തന്നെ വലിയ സമാധാനമാണെന്നും ലേഖ പറയുന്നുണ്ട്. പിന്നീട് കണ്ണൻ ICUയിലേക്ക് ചെല്ലുന്നു. മഹിയെയും കുഞ്ഞിനെയും കണ്ട് മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. തുടർന്ന് കണ്ണൻ കുഞ്ഞിനെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട് അല്പനേരം. ഒരേ ഉറക്കം തന്നെയാണല്ലോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ നമ്മളും ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നല്ലോ, പിന്നെ മാസം തികയാതെയല്ലേ നമ്മുടെ കുഞ്ഞ് ജനിച്ചിരിക്കുന്നത് എന്ന് മഹി പറയുമ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് കണ്ണൻ. അത് മഹാഭാഗ്യമാണെന്നും തുടർന്ന് ലേഖയെക്കുറിച്ചും മഞ്ജുവിനെക്കുറിച്ചെല്ലാം മഹി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹിയും ലേഖയും മഞ്ജുവും പുറത്തുണ്ട് എന്നും അമ്മ വീട്ടിലേക്ക് പോയി എന്നും കണ്ണൻ പറയുന്നുണ്ട്. എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും കുഞ്ഞിനൊന്നും സംഭവിക്കരുതേ എന്നായിരുന്നു എൻ്റെ പ്രാർത്ഥന എന്ന് മഹി പറയുമ്പോൾ രണ്ടാൾക്കും ഒന്നും സംഭവിക്കരുത് എന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല സിദ്ധിയായ അമ്മയെ കണ്ടു എന്നും ആ അമ്മയും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, അതോടുകൂടി തന്നെ ടെൻഷൻ കൂടി എന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ നമ്മുടെ കല്യാണശേഷം നമ്മൾ പല പ്രതിസന്ധികളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ദൈവം നമ്മളെ കൈവിട്ടില്ല. തുടർന്ന് മോള് കണ്ണേട്ടൻ്റെ നാളിലാണ് ജനിച്ചിരിക്കുന്നത്, കാർത്തിക നാളിലാണെന്നും മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോട്. തുടർന്ന് കുഞ്ഞിൻ്റെ കഴുത്തിലെ മറുകിനെക്കുറിച്ചെല്ലാം കണ്ണൻ പറയുമ്പോൾ അതന്ന് വിഷം ഉള്ളിൽ ചെന്നതിൻ്റെയാണെന്ന് മഹിയും പറയുന്നുണ്ട്. ഇതേസമയം കരുണ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കണ്ണൻ പറയുമ്പോൾ ഡോക്ടറിനോടൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. അവൾക്ക് ഇനിയും നന്നാവാൻ ഭാവമില്ലെങ്കിൽ അവളൊന്നും ഒരമ്മയാകാത്തതാണ് നല്ലതെന്നും കണ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഏതായാലും നമ്മുടെ കുഞ്ഞ് ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ജനിച്ചല്ലോ, അതുകൊണ്ട് തന്നെ ഇതെൻ്റെ ഒരു 2ാം ജന്മമാണെന്നും മഹി പറയുന്നുണ്ട്. തുടർന്ന് ഇടയ്ക്ക് വരാം ലേഖയും പറഞ്ഞു വിടാമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ പോകുന്നു. പിന്നീട് പുറത്തു പോയി തിരിച്ചെത്താണ് മുത്തശ്ശി. അപ്പോൾ അവരെ കണ്ടോ എന്ന് കരുണ ചോദിക്കുമ്പോൾ 2 പേരും ലോക്കപ്പിൽ ആ പോലീസുകാരും SI ഒക്കെ ചേർന്ന് അവരെ പഞ്ചറിട്ട് കിടത്തിയിരിക്കുകയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. തുടർന്ന് വക്കീലിനെ കണ്ടോ എന്ന് കരുണ ചോദിക്കുമ്പോൾ കണ്ണനും അനന്തവുമാണ് കോടതിയിൽ ഹാജരാകുന്നത് എങ്കിൽ
പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്നാണ് വക്കീൽ പറഞ്ഞത്. അവർക്ക് പ്രാക്ടീസ് കുറവായതുകൊണ്ട് തന്നെ. മാത്രമല്ല വാമദേവനാണ് പ്രതാപന് കൊട്ടേഷൻ കൊടുത്തതിന് തെളിവൊന്നും ഇല്ലല്ലോ. 20 വർഷം മുൻപ് നടന്ന കേസല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. ഇനിയിപ്പോൾ അവർക്ക് ഈ ഒരു അവസ്ഥയിൽ ജാമ്യം കിട്ടാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അവരെങ്ങനെ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ വിധി പറയാനായിട്ട് ഒരുത്തൻ പുറത്ത് കാത്തിരുന്നിൽപ്പുണ്ട്, ആ മാർക്കോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ അവൻ ഇവിടേക്കെങ്ങാനും വരുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ടെന്ന് കരുണ പറയുമ്പോൾ എനിക്കും ആ പേടിയുണ്ട് മോളെ. രാത്രി എന്ത് ശബ്ദം കേട്ടാലും വാതിൽ തുറക്കരുതെന്ന് മുത്തശ്ശി പറയുമ്പോൾ അവന് വാതിലൊന്നും ഒരു പ്രശ്നമില്ല എന്ന് കരുണ പറയുന്നതും, എന്നാലും 2-3 വാതിലൊക്കെ കടന്നിട്ട് വേണ്ടേ അവൻ ഇങ്ങോട്ട് വരാൻ. എന്ത് ശബ്ദം കേട്ടാലും തുറക്കരുതെന്ന് വീണ്ടും മുത്തശ്ശി കരുണയെ ഓർമ്മിപ്പിക്കുന്നു. തുടർന്ന് അവൻ എന്തായാലും ഇതുവരെ ഭീഷണിയായിട്ട് വന്നിട്ടില്ലല്ലോ എന്ന് കരുണ പറയുമ്പോൾ അവൻ ഭീഷണിയായിട്ട് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഇതിപ്പോൾ എന്തൊക്കെയോ അവൻ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അവൻ ലോക്കപ്പിൽ കിടക്കുന്നവരെ വരെ കയറി ചെന്ന് തല്ലാൻ മടിക്കാത്തവരാണ്. മാത്രമല്ല ആ SIയും പോലീസുകാരും ഒക്കെ അവൻ്റെ ആൾക്കാരാണെന്നും മുത്തശ്ശി പറയുന്നുണ്ട്. വക്കീൽ നല്ല ബുദ്ധിയുള്ള ആളാണെങ്കിലും ഒരു ദിവസം ലക്ഷങ്ങളാണ് അയാളുടെ ഫീസ്. ഈ കേസ് ഇങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഈ വീടും പറമ്പും പിന്നെ എൻ്റെ സ്വത്തും സമ്പാദ്യവും എല്ലാം വിൽക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി. പിന്നീട് ദുർഗ ഉണ്ണിയോടായിട്ട് പറയുന്നുണ്ട്, നാളെ കൃത്യസമയത്ത് പ്രതാപനെയും വാമേട്ടനെയും കോടതിയിൽ ഹാജരാക്കുമ്പോൾ നമ്മൾ ചെല്ലണം എന്നല്ലേ കണ്ണൻ പറഞ്ഞത്. അതെന്താണെന്ന് അറിയാനായിട്ട് ഒരു ആകാംക്ഷ. ഏട്ടത്തിയെ വിളിച്ചിട്ടും ഏട്ടത്തിയും ഫോൺ എടുക്കുന്നില്ല, സ്വാതിയും എടുക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കാത്തതാണ്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യുക, അവരെ എന്തിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് നീ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ചെന്ന് അന്വേഷിക്കാൻ ദുർഗ ഉണ്ണിയോട് പറയുന്നത് കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്